അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ ചായൻ്റെ കടിയായിട്ടും പിന്നെ ഡിന്നറായിട്ടും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. 5 ഇഡ്ഡലി ആയത് 5 ഇഡ്ഡലി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം ഇഡ്ഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. ബ്രൗൺ ആയിട്ട് ഇതുപോലെയൊക്കെ പൊരിച്ചെടുക്കേണ്ടത്. ഇതേ ഫ്രൈ പാനിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചുവന്നമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് ബ്രൗൺ ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്ലോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിന് ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കാം. മസാല ഇളക്കി നല്ലപോലെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഡ്ഡലി ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഇഡ്ഡലിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കും. ഇഡ്ഡലി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. തുറന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല ഇഡ്ഡലി റെഡിയായി. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യും. നല്ല ടേസ്റ്റുള്ള നല്ല മസാല ഇഡ്ഡലി റെഡിയായി.